വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഹോളി ആഘോഷിക്കാൻ പോകുവാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ ടൈമിലാണോ ഹോളി ആഘോഷിക്കുന്നതെന്ന്. കാരണം നാട്ടിലൊക്കെ ഒരു മാർച്ച് ആ ടൈമിലാണ് ഹോളി. പക്ഷെ ആ സമയത്ത് ഇവിടെ എന്ന് വെച്ചാൽ കട്ട വിൻ്റർ ആട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് പുറത്തൊക്കെ നടത്താമല്ലോ. അപ്പോൾ അവരിപ്പോൾ നടത്തുന്നത്. പിന്നെ അത് മാത്രമല്ല ഇത്തവണത്തെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഹോളി ആഘോഷം എന്ന് വെച്ചാൽ ശരിക്കും ഇന്ത്യൻസ് ഒറ്റയ്ക്ക് ഒരു ഗ്രൂപ്പ് അങ്ങനെയൊക്കെ നടത്താറുണ്ടെങ്കിലും ഇവിടുത്തെ ആൾക്കാരും ഇന്ത്യൻസും കൂടെ കൂടിയിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഒക്കെ എന്ന് വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഇതാ ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 2 മിനിറ്റിൻ്റെ ഡ്രൈവേ ഉള്ളൂ. തൊട്ടടുത്തായിട്ടൊരു മാളുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകുവശത്തായിട്ട് കുറച്ച് കാർ പാർക്കിങ്ങും പിന്നെ ഒഴിഞ്ഞു കിടക്കുന്നൊരു സ്പേസ് ഉണ്ട്. അപ്പം അവിടെയായിട്ടാണ് പരിപാടി നടത്തുന്നത്. അപ്പം ഞങ്ങളൊരു വിചാരം ഹോളി എന്നൊക്കെ പറഞ്ഞാൽ കുറേ കളറ് വാരിയേറിയൽ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ കുറേ ഡാൻസ്, പാട്ട്, പിന്നെ പലതരത്തിലുള്ള ഫുഡ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുഡുകൾ, പിന്നെ അവിടുത്തെ ഡ്രസ്സ്, സാധാരണ നമ്മുടെ ചുരിദാറുകൾ അങ്ങനത്തെയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ കുറേ സ്റ്റാളുകൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരു ഡാൻസ് കഴിഞ്ഞു, പക്ഷെ കാണാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം അതൊക്കെ കാണുമ്പോൾ നാട്ടിലെ ഈ സ്റ്റേജിലൊക്കെ നടത്തുന്ന പരിപാടിയൊക്കെ ഓർമ്മ വന്നു. പിന്നെ ഇതിൽ നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ലായിരുന്നു, മലയാളികളുണ്ടായിരുന്നു. അവരുടെ പെർഫോമൻസും ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുഡിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. കുറേ ടൈപ്പ് ഫുഡുണ്ടായിരുന്നു. മസാല ദോശ, പാനിപ്പൂരി, പിന്നെ മൈസൂർ പാവ്, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ വടയോ ഇതൊക്കെയോ ബജ്ജി, ജ്യൂസ്, അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുമായിരുന്നേ. ഏറ്റവും നല്ലതൊക്കെ നോക്കി കണ്ടുപിടിച്ച് റേറ്റൊക്കെ. കാരണം ഇങ്ങനെയുള്ള പരിപാടിയിൽ സാധാരണ കാർഡ് അവരെടുക്കാറില്ല, നമ്മൾ പൈസയായിട്ട് തന്നെ കൊടുക്കണം. ഇവിടെ നമ്മൾ കയ്യിൽ പൈസ വെക്കുന്ന പരിപാടി കുറവാട്ടോ. മിക്കവാറും എല്ലാവരുടെ കയ്യിലും കാർഡായിരിക്കും. പക്ഷേ തപ്പിപ്പിടിച്ച് എങ്ങനെയോ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടി. അങ്ങനെ നമ്മൾ അതിനുള്ള ഫുഡൊക്കെ നോക്കുവാണ്. കുറേ സ്റ്റാളുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് ചുറ്റിക്കറക്കിയിട്ട് ഏറ്റവും നല്ല ഫുഡ് ഏതാണോ അതൊക്കെ മേടിച്ച് കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. കുറേ കണ്ടു. സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. കുറേ ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെയാണ് മിക്കതും. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മലയാളി കടകളും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് തുണിയുടെ സെക്ഷനാണ്. ഇവിടെ സാധാരണ ഈ നമ്മുടെ നാട്ടിലെ പോലത്തെ കോട്ടൺ ചുരിദാറുകളും അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കുറവാണ്. പക്ഷേ ഞങ്ങൾ പോയപ്പം അവിടെ നല്ല കോട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ 2-3 സ്റ്റാൾ ഞങ്ങൾ കണ്ടു. ഭയങ്കര അടിപൊളി ഇപ്പോഴത്തെ നാട്ടിലെ ട്രെൻഡിൻ്റെ അങ്ങനത്തെ ഒന്നുമല്ല. സാധാരണ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ കോട്ടൺ, ഈ ചുങ്കിരിയോ പണ്ടത്തെയൊക്കെ ഒരു ടൈപ്പൊക്കെയാണ്. ഇത് തന്നെ ഞാൻ ഇവിടെ അങ്ങനെ കടകളിലൊന്നും സാധാരണ കാണാറില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ കാണുന്നത്. എൻ്റെ ക്യാമറയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ക്യാമറയുടെ ആ ചില്ലിന് പൊട്ടിയിരിക്കുമോ, അതുകൊണ്ടാണ് ഒരു ഗ്ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോയിൽ. സോറി കേട്ടോ, ഞാൻ അടുത്തതിൽ ശരിയാക്കുന്നതായിരിക്കും. ഞങ്ങളിങ്ങനെ ഡ്രസ്സൊക്കെ ഞാനും ചേച്ചി കൂടെ നോക്കുമായിരുന്നു. കൊള്ളാം, ഈ അനാർക്കലി മോഡലൊക്കെയാണ്. പക്ഷെ ഭയങ്കര കണ്ണാടിയാണ്. നമുക്കത് എനിക്ക് അങ്ങനത്തേത് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ ഭംഗിയുണ്ട് കാണാൻ. പൈസ അത്യാവശ്യം നല്ല വിലയുള്ളതാണ്. $45 കേട്ടോ അവർ പറയുന്നത് ഒരെണ്ണത്തിന്. പിന്നെ മലയാളികളുടെ ഒരു പ്രശ്നമാണ്, നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ പൈസ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരു 2500, 3000 അടുത്തുള്ളതിനൊന്നും ഉള്ള ഒരു മാറ്റമൊന്നും ഞാൻ ആ ഡ്രസ്സിൽ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഡ്രസ്സ് മേടിക്കുന്ന ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. പിന്നെ വേറെ കുറേ കടകളൊക്കെ, ചെരുപ്പ്, പിന്നെ കമ്മലുകൾ, അങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസ് കണ്ടു. അങ്ങനെ കൊള്ളായിരുന്നു. രസമുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്നൊക്കെ കാണാൻ. ഒരു ദർശന സുഖം അത്രേ ഉള്ളൂ.
പാർക്കിൽ പിന്നെ ഈ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ നോക്കി വണ്ടടിച്ചിരിക്കും കേട്ടോ. ഇത്ര ആൾക്കാരെ ഇങ്ങനെ കളർഫുൾ ഡ്രസ്സ്, പാട്ട്, ആ ഒരു ഓളത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാൻ കണ്ണൻ ചേട്ടനോട് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ ചേട്ടൻ അവിടെ ഭയങ്കര കളിച്ച് കാണിക്കുകയാണ്. കുറേ സ്റ്റേജ് പരിപാടികളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പം. അപ്പം അതിലൊരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. കുറേ മലയാളികളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഡാൻസ് കാണാനായിട്ട്, അടിപൊളിയായിരുന്നു. അത് കുറേ നേരം ഞങ്ങൾ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. സൂപ്പർ. നമ്മളൊരു പാനിപ്പൂരി സ്റ്റാളിൽ പോയി ഒരു പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. $5 കേട്ടോ ഒരു പ്ലേറ്റിന്. ഞങ്ങളോർത്ത് ഒരു പ്ലേറ്റിൽ 3 എണ്ണം കണ്ടേ കിട്ടുള്ളൂ, പക്ഷേ 4-5 ഉണ്ടായിരുന്നു. സംഭവം കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. വലിയ അങ്ങനെ മോശം എന്നൊന്നും പറയാൻ ഇല്ലായിരുന്നു, കൊള്ളാം. പക്ഷേ നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റൊന്നും എന്തായാലും വരത്തില്ല. പാനി പോയിട്ട് പൂരി പോലും കാണൂല. ഓരോന്നിടത്ത് കയ്യിലുണ്ടോ പറഞ്ഞ ചേട്ടൻ? അയ്യോ ലസിക്കാരി അന്നേരം പോയോ? ഞങ്ങൾ അത് കഴിഞ്ഞ് എന്ത് കഴിക്കണമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് മൈസൂർ പാവ് കണ്ടത് കേട്ടോ. മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ എല്ലാവരും മൈസൂർ പാവ് മേടിച്ചു. കുഴപ്പമില്ല, വലിയ അങ്ങോട്ട് കത്തി വില എന്നൊന്നും പറയാനില്ല. എത്രയായിരുന്നു, 4 പീസോ 5 പീസോ നമ്മൾ വാങ്ങിയെന്ന് തോന്നുന്നു. അതിന് $4 അടുത്തെങ്ങാണ്ടായിട്ടുള്ളായിരുന്നു. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവരുണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയ്ക്ക് അങ്ങനെ ചൂട് അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ മസാല ദോശ വാങ്ങിയിട്ടോ. അപ്പം ഞങ്ങൾ 2 മസാല ദോശയും 2 സ്പെഷ്വാൻ ചീസ് ദോശയും വാങ്ങി. സ്പെഷ്വാൻ ദോശ ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, പക്ഷേ സംഭവം എന്ന് വെച്ചാൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ചീസും ഉണ്ട് കുറച്ച്, അത്രേ ഉള്ളൂ. ഇതിൽ നല്ല മസാല ദോശയായിരുന്നു, പക്ഷെ തീരെ പൊടി ദോശയാട്ടോ. അത്ര അങ്ങോട്ട് വിശാലമായ മസാല ദോശയൊന്നുമല്ല ഞങ്ങൾക്ക് കിട്ടിയത്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതൊരു അമ്മയും മോളും ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരു ഡാൻസ് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ പോകാൻ നേരം ആയപ്പോഴത്തേനും ഒരു മാംഗോ ജ്യൂസും അതിനോട് നല്ല അസൽ തണുത്ത ഒരു വടയും കിട്ടി. അപ്പോൾ അത് രണ്ടും കഴിച്ചിട്ട് ഞങ്ങളിങ്ങ് പോന്നു. 12 മണിക്ക് പരിപാടി തുടങ്ങിയത് വൈകുന്നേരം 5 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പക്ഷെ അത്ര നേരം നിന്നില്ല, കാരണം കണ്ണഞ്ചേട്ടൻ ജോലി ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയിരിക്കും മിക്കവാറും പോകാൻ നേരത്ത് വല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പം അത്രേ ഉള്ളൂ.